ഉടൻ തന്നെ ഇൽമ് പഠിക്കുമേ ഞാൻ ചെന്ന് എന്ന ജവാബപ്പോൾ മഹാനിൽ നിന്ന്. തംബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ 146 അതിൽ വിവരിച്ചതാ. ബഹുമാന്യരെ ചിന്തിക്കൊരൽപ്പം തന്നിത് ഇൽമിൻ്റെ ശ്രേഷ്ഠതയല്ലയോ നാം കേട്ടത്. ഇക്കാരണത്താലാ സുഹൃത്തെ ഇന്നും പറയപ്പെടും അവൻ ആലിമായാൽ എന്നും. മരിച്ചെന്നു വന്നാൽ തന്നെയും ഹയ്യാണ്, അല്ലാത്തവർക്കില്ലാത്തവൻ ഗ്രേഡാണ്. സ്വർഗത്തിലും മേൽക്കോയ്മയാണ് അവർക്കുള്ളത്. യഹ്യ ഇബ്നു റാസിയിൽ നിന്ന് ത്വബഖാത്തിൽ ഇത്. ചില സ്വർഗവാസികളോട് റബ്ബും അന്ന് ചോദിക്കും, എന്താ വേണ്ടതെനിയും ഇന്ന്. ഞാൻ റബ്ബിനോടെന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള വിവരവും ഇല്ലതാ കുഴയുന്നത്. എന്തൊക്കെയാ സ്വർഗത്തിലുള്ളവയെന്നത് അറിവില്ലവർക്കും ആലിമാണ് അറിയുന്നത്. വേണ്ടുന്നതെന്താണെന്ന് അപ്പോൾ വ്യക്തമായി ഉലമാക്കളും സുഹൃത്തുക്കളെ പറയുന്നതായി. ജനമെപ്പോഴും ഉലമാഇനെ കിഴിയേണ്ടതാ എന്നുള്ളതും ഇൽമിൻ്റെ സീറ്റിൽ പെട്ടതാ. ഇൽമെപ്പോഴും കേൾക്കേണ്ടതാണെന്നുണ്ട്, ഖൽബിന് ഹയാത്തത് കൊണ്ടുവരുമെന്നുണ്ട്. കേൾക്കാതെ വന്നാൽ 3 ദിവസം ഇൽമുകൾ മരണപ്പെടും. അതിനാൽ സുഹൃത്തെ ഖൽബുകൾ ഇൽമിൻ്റെ മധുരം നീ അറിഞ്ഞാൽ പിന്നെ സമയം അതിൽ ചെലവാക്കുമെല്ലാം തന്നെ. സമ്പാദ്യമായി സന്താനത്തിനതു തന്നെ കൊടുക്കുന്നതിൽ മടിക്കാതിരിക്കും. പിന്നെ ഇൽമുണ്ട് എങ്കിൽ മാത്രമാണ് അന്താ, അറിയുന്നതും ഇല്ലാതെ വന്നാൽ എന്താ. ഉലമാഇനോട് മുഹബ്ബത്താ വേണ്ടുന്നത്, അവർക്കുള്ള അറയിൽ ഉണ്ട് നീ കാണാത്തത്. അതിൽ നിന്ന് എന്തോ ഒന്നു തന്നാൽ മതി മതി, വിജയം നിനക്കായി പിന്നെ എന്നും സ്ഥിതിഗതി.